എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചാൽ, രേണുസുതി ഫിറോസിനെയും ബിഷപ്പിനെയും പറ്റി പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. രേണുസുതി ഓൺലൈൻ മാധ്യമത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഫിറോസിനെയും ബിഷപ്പിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ വെച്ച് തന്ന വീടിനെ കുറിച്ചും ബിഷപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്ന്. രേണുവിന് ബിഷപ്പിനെ കുറിച്ച് എന്താണ് അറിയുക? അത് അവിടെ പറയണം. ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്തിയതിന് തുല്യമാണ്. അപകീർത്തിപ്പെടുത്തിയിരിക്കുകയാണ്. ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്താൻ മാത്രം രേണു വളർന്നോ? രേണുവിന് ഒരു വീടില്ലാതിരുന്നപ്പോൾ രേണുവിന് സുധിയുടെ 2 മക്കളെ വെച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് 7 സെന്റ് സ്ഥലം സുധിയുടെ മക്കൾക്ക് ആണ് കൊടുത്തതെങ്കിലും 7 സെന്റ് സ്ഥലം അതിൽ ഒരു വീട് വെച്ച് നൽകാൻ KHFDCയിലെ ഫിറോസ് മുന്നോട്ട് വന്നു. അവരുടെ കൂട്ടായ്മയിലൂടെ പണം പിരിവിട്ടിട്ട് അവർ ഒരു വീട് വെച്ച് കൊടുത്തു. തികയാത്ത കാശി ഫിറോസ് കയ്യിൽ നിന്നിട്ട് കൊടുത്തു. മതിൽ പണിയാൽ മറുനാടൻ ഷാജൻ വന്നു, മതിലും പണിതു. 1,19,000 രൂപ ചുറ്റുമതിൽ പണിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്പോൺസർമാർ വഴിയാണ് രേണു സുധിക്ക് അവിടെ സുധിയുടെ മക്കൾക്ക് വേണ്ടി പണിതിരിക്കുന്ന വീടിന്റെ കാര്യങ്ങളെല്ലാം. ഇത്രയും സഹായം കിട്ടിയിരിക്കുന്ന മറുനാടനെയും ഫിറോസിനെയും ബിഷപ്പിനെയും കുറിച്ച് രേണു സുധി ഓൺലൈൻ മാധ്യമത്തിന് മുന്നിൽ ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ അവർ ചോദിക്കുന്നതും തെറ്റാണ്, ഇവൾ മറുപടി പറഞ്ഞതും തെറ്റാണ്. ഫിറോസിനെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒരു തെളിവാണ്. രേണു എന്തിനെ ഇറങ്ങിയിരിക്കുകയാണ്? ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് ജീവിക്കുക, വീട് വേണമെങ്കിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കണം. 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത സുധിയുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ രേണുവും സുധിയുടെ മക്കളും താമസിക്കുന്നത്. മറ്റു താമസക്കാരെ പറ്റി നമ്മളിവിടെ പറയുന്നില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം. രേണു സുധിക്ക് ഈ വീട് കിട്ടിയതിന് ശേഷം പറഞ്ഞിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. രേണുവിൻ്റെ തങ്കച്ചൻ, രേണുവിൻ്റെ തങ്കച്ചനാ? അതെപ്പോ തങ്കപ്പനാണടാ, ഞാൻ തങ്കപ്പനാ. തങ്കപ്പോ, തങ്കച്ച, മാപ്പാക്കണം, മാപ്പ് മാപ്പ് മാപ്പ്. കൊല്ലം എന്ന കലാകാരന് ഒരു വീട് സ്വന്തമായി വേണം. അതിനു വേണ്ടിയിട്ട് സുധിയുടെ മരണശേഷം സുധിയുടെ മക്കൾക്കും ഭാര്യയ്ക്കും താമസിക്കാൻ ഒരു വീട് വെച്ചു കൊടുത്തു. രേണു എന്തായാലും പെട്ടു എന്ന് വേണം പറയാൻ. എങ്ങനെ പെട്ടു? വിവാദങ്ങളിൽ പെട്ട് രേണുവിന് സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസർ എന്ന അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? രേണു എന്ത് സന്ദേശമാണ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും പ്രേക്ഷകർക്ക് നൽകിയത്? പ്രേക്ഷകരുടെ നിരന്തരമായ ആവശ്യമാണ് രേണുവിനെ പൊക്കിക്കൊണ്ടുവന്ന് ബിഗ് ബോസിലേക്ക് അയക്കുക എന്നുള്ളത്. ബിഗ് ബോസിൽ പോകാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ രേണു കണ്ടിരിക്കുന്ന ഒരേ ഒരു വഴി മീഡിയകളിലെല്ലാം വന്നിരുന്ന് സഹായം നൽകിയവർക്കെതിരെ സംസാരിക്കുക. രേണുവും രേണുവിൻ്റെ അച്ഛനും കൂടി മറുനാടനെ ചീത്ത വിളിച്ചു, ഫിറോസിനെ വിളിച്ചു. ബിഷപ്പിനെ കുറിച്ച് രേണു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. കിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലല്ല? അപ്പോൾ അല്ല, ഫിറോസ് അതവിടെ നിൽക്കട്ടെ, ഫിറോസിന്റെ കാര്യമല്ല ഇപ്പൊ ഇവിടെ പറയണേ. എൻ്റെ മോൻ കിച്ചൂടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവസാനം എന്തായി? കിച്ചു, ഹലോ കിച്ചു. ഫിറോസ്ക്കാണേ മോനെ, നമ്മുടെ വീടിൻ്റെ മോള് സുധിലയം എന്ന വീടിന് KHFDC സ്പോൺസേഡ് എഴുതിയിരിക്കുന്ന ഒരു ബോർഡുണ്ട്. അത് ഞങ്ങൾ എടുത്തു മാറ്റാൻ വരികയാണെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ തങ്കച്ചൻ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകാൻ പറയില്ല, കിച്ചുവിനോട് ചോദിക്കണം. കിച്ചു അല്ലേ മോനെ? ഞാൻ ഫിറോസ്ക്കാണ്. ആ മാമ പറയേ മോനെ, ആ വീടിൻ്റെ മുകളിൽ വെച്ച ബോർഡുണ്ടല്ലോ, സുധിലയം സ്പോൺസേഡ് KHFDC, ആ ബോർഡ് ഞങ്ങൾ എടുക്കാൻ വേണ്ടി വന്നപ്പം
രേണമ്മേൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അത് എടുക്കാൻ പറ്റില്ല കിച്ചുവിനോട് ചോദിക്കുന്നത്. മാമനത് എടുത്ത് മാറ്റിക്കോ. ഓക്കെ ബൈ മോനെ. ഇപ്പം എന്തുണ്ടായി? കിച്ചു പറയുന്ന എടുത്ത് മാറ്റിക്കോളാൻ. എടുത്ത് മാറ്റല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല തങ്കച്ച. രേണു അമ്മേ റോസ് പോയിട്ട് സുതിലയത്തിന്റെ ബോർഡ് അങ്ങോട്ട് മാറ്റിയില്ലേ, മാറ്റി മറിച്ച് കളഞ്ഞില്ലേ. അവിടെ സുതിലയം എന്ന് മാത്രം മതി. സുധിയുടെ വീടായതുകൊണ്ട് സുതിലയം. അവിടെ മറ്റ് ബോർഡുകളുടെ ആവശ്യമില്ല. മാത്രമല്ല 1 കോടി രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് ഫിറോസ് പരാതി കൊടുത്തിരിക്കുന്നത്. മക്കളെ, അതിന് 10 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണം. സോഷ്യൽ മീഡിയയിൽ കൂടി ഫിറോസിനെയും ഫിറോസിന്റെ സ്ഥാപനത്തെയും അപകീർത്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ മോശമായി ചിത്രീകരിച്ചു. അദ്ദേഹം നടത്തുന്ന ബിസിനസ് എന്താ? വീട് കെട്ടിക്കൊടുക്കലാണ്, പാവങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കലാണ്. അതെല്ലാം മോശമായ രീതിയിൽ രേണു ഇരുന്ന് പറഞ്ഞത് കൊണ്ട് അതിനെല്ലാം ഒരു നെഗറ്റീവ് മാർക്ക് വന്ന കേസ് കൊടുക്കല്ലാണ്ട് വേറെ വഴിയുണ്ടോ? രേഷ്മ പി തങ്കച്ചോ, അടങ്ങിയിരുന്നാൽ പോരെ? എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഇടപെടുന്നത്? പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കിച്ചു പറയുന്നു. വല്ലപ്പോഴും ഒരു 200-300 മാത്രമേ കിച്ചുവിന് കൊടുക്കാറുള്ളൂ. ഇവൾ പറയണ കേട്ടാൽ തോന്നും 5000-10000 കൊടുത്തിട്ടുണ്ടെന്ന്. എവിടെ? അവൻ്റെ അടുത്തുണ്ടെ ഇങ്ങോട്ട് കിട്ടും. അവൻ ജോലിക്ക് പോട്ടെ. അവൻ ജോലിക്ക് പോയി ശമ്പളം വാങ്ങിയ എന്തായാലും രേണുമ്മയ്ക്ക് കാശ് കൊടുക്കണം കേട്ടോ. അവരുടെ ആവശ്യത്തിന് കാശ് കൊടുക്കണം. അവരവരുടെ ജോലി ചെയ്ത് പോയിക്കോട്ടെ. മോൻ അതൊന്നും നിർത്താനൊന്നും പറയണ്ട. മോൻ്റെ കാര്യം നോക്കുക, അവരവരുടെ കാര്യം നോക്കുക. മോന് പറ്റാവുന്ന സഹായം രേണു അമ്മയ്ക്ക് കൊടുക്കുക. മോൻ്റെ അച്ഛൻ്റെ ഒരു കുഞ്ഞാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറെ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഷ്ടമല്ലേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഈ രേണുമ്മ രേഷ്മമ്മ പൊട്ടിപ്പെണ്ണ അത് നവരസങ്ങളാണ്. നവരസങ്ങളിലെ ഒരു രസത്തിന്റെ പേര് ബീഭത്സം എന്നാണ്.